സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, ഒരു പരിധിയുമില്ല. ഇത്ര പരിധി വരെ നിങ്ങൾ സമ്പാദിക്കാവൂ എന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്ത് കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നറിയും? 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്ന്. സമ്പാദിക്കുന്ന മേഖല പരിപൂർണമായി കൊണ്ടും ഹലാലായിരിക്കണം. ഒരു 10 പൈസ പോലും ഹറാമിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ. പക്ഷെ ആ കടമ്പ് വളരെ മനോഹരമായി കടന്ന പല ആളുകളുമുണ്ട്. രണ്ടാമത്തെ ഒരു കടമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയാണോ നിനക്ക് ലഭിച്ചിട്ടുള്ളത് അതിലൊരു നിർദ്ദിഷ്ട ഓഹരി സക്കാത്തിനായി മാറ്റിവെക്കണമെന്നാണ്. ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പല ആളുകളും പലപ്പോഴും ഇട്ടുവീഴുകയോ അലംഭാവം കാണിക്കുകയോ പിന്നെയാക്കാം എന്നൊക്കെ മാറ്റിവെച്ച് ചെറിയൊരു ശൈത്വാനിയത്ത് വന്നു പോകുന്നിടമാണ് സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ കണിശതയില്ലായ്മ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടെയാണ് കണ്ടെന്നറിയോ? നമസ്കാരത്തെ എത്ര വലിയ ഒരു ഗൗരവമുള്ള വിഷയമായി കൂടെ നമ്മൾ പറയുന്നത്. നിസ്കാരത്തെ ഒഴിവാക്കിയ ഒരു മുസ്ലിമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. എന്നാൽ സഹോദരങ്ങളെ, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഉടനെ എത്ര തവണയാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും ഉടനെ ചേർത്തി പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. പക്ഷെ സക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചിന്ത എന്ന് പറയുന്നത്, പലപ്പോഴും റമദാൻ മാസങ്ങളിൽ പർദയും മറ്റുമൊക്കെ ഇട്ട് തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന കേവലം ചില നാണയത്തുട്ടുകളാണ് സക്കാത്ത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ആളുകളുണ്ട്. സക്കാത്തിന്റെ പൈസ തരുമോന്ന് ചോദിക്കണേ. എന്നിട്ട് എടുത്തു കൊടുക്കുമ്പോൾ അവന്റെ ചിന്ത എന്താ? ഞാൻ വലിയൊരു ഔദാര്യം കാണിച്ചു എന്നുള്ള. സുഹൃത്തുക്കളെ, സക്കാത്ത് ഒരിക്കലും നമ്മുടെ ഔദാര്യമൊന്നല്ല. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് മറ്റുള്ളവന്റെ അവകാശം. കൊടുക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവന്റെ അവകാശം കൈപ്പിടിയിൽ പിന്നെ ഒതുക്കി നടക്കുന്ന ഒരു ദുരന്തമാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് എന്ന ആ ഒരു മനോഹരമായ ഇബാദത്ത് നമുക്ക് നിശ്ചയിച്ചത് എന്തിനാണെന്നറിയോ? പരിപൂർണമായ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ, സക്കാ യുസക്കി എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധീകരിക്കുക എന്നാണ്. ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന ഇബാദത്തിലൂടെ നടക്കുന്നത്. എന്തിനൊക്കെ ആർക്കൊക്കെ ശുദ്ധീകരണം എന്നറിയും? കൊടുക്കുന്ന ആളുടെ മനസ്സിന് ശുദ്ധീകരണം. എന്താ മനസ്സിന് ശുദ്ധീകരണം? റഹ്മാനായ റബ്ബ് തന്നതാണിത്, ഇത് എന്റേതല്ല, ഒരു നിർദ്ദിഷ്ട ഓഹരി മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റൂ എന്ന ഒരു അഹങ്കാരത്തിന്റെ ഒരു ധ്വനി പോലും വരാതിരിക്കാൻ മാത്രമുള്ള ശുദ്ധീകരണം എന്റെ മനസ്സിൽ നടക്കുന്നുണ്ട്. വാങ്ങുന്ന ആളുടെ മനസ്സിലുള്ള ശുദ്ധീകരണം. അതെന്താ? മറ്റുള്ളവർക്ക് എത്ര കിട്ടിയാലും അസൂയ വെക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം അവൻക്ക് കൊടുത്തിട്ടുണ്ടോ അതിലൊരു ഓഹരി അത് എനിക്കുള്ളതാണ് എന്ന ഒരു വരുമ്പോൾ അവനെ കാണുമ്പോൾ ഒരു അസൂയയോ മറ്റുമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതെന്ന്. പിന്നെന്തിനാ ശുദ്ധീകരണം? പിന്നെ അവന്റെ ധനത്തിനാണ് ശുദ്ധീകരണം. അഥവാ 1,00,000 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്രയാണോ സക്കാത്തിന് മുതലായിക്കൊണ്ട് നിസാബ് എത്തിയിട്ടുള്ളത് അതിൽ നിന്ന് 2.5% കൊടുക്കുമ്പോൾ ആ സ്വത്ത് പരിശുദ്ധമായിക്കൊണ്ട് മാറുന്നു. ഇല്ലെങ്കിലോ അത് ഹറാമിന്റെ മുതലായിക്കൊണ്ട് മാറുന്നു. അപ്പൊ സക്കാത്ത് കൊടുത്താലേ അവൻക്ക് കിട്ടിയ ആ സ്വത്ത് അത് ശുദ്ധിയുള്ള പരിശുദ്ധമായ ഹലാലായ മുതലായിക്കൊണ്ട് അവൻക്ക് മാറുകയുള്ളൂ എന്നാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരൊന്ന് പരിശുദ്ധപ്പെടുത്തുന്ന, അവർക്കൊരു ശുദ്ധീകരണം എന്നുള്ള നിലക്ക് അവരുടെ ധനത്തിൽ നിന്നും ഒരു നിർദ്ദിഷ്ട ഓഹരി നീ സ്വീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനുള്ള കാരണം, സുഹൃത്തുക്കളെ, അത് കൊടുക്കാനുള്ള അവസ്ഥയുണ്ടായിട്ടും അത് പിന്നെ പിടിച്ചു വെക്കുന്ന ഒരാൾക്ക് റഹ്മാനായ റബ്ബ് ദുനിയാവിലെ നാളെ പരലോകത്തിലും കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് മാത്രം കേട്ടാൽ മതി, ഇപ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കുന്നുള്ളതാണ്. ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഴ കിട്ടേണ്ട സാഹചര്യമായി കൊണ്ടും സക്കാത്തിന്റെ മുതൽ കൊടുക്കാനുള്ള ആളുകൾ എമ്പാടും ഉണ്ടായിട്ടും അവർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ പൊതുവേ ഒരു ശിക്ഷ റഹ്മാനായ റബ്ബ് കൊടുക്കുമെന്നല്ല. അവർ ആരും സക്കാത്തിന്റെ മുതലിനെ പിടിച്ചു വെക്കുന്നില്ല, ആകാശത്തിൽ റഹ്മാനായ റബ്ബ് മഴയെ പിടിച്ചു വെച്ചിട്ടല്ലാതെ. അപ്പൊ ഇതെത്രത്തോളം പിടിച്ചു വെക്കുന്ന
വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഴയെ റഹ്മാനായ റബ്ബ് പിടിച്ചു വെക്കുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ബാക്കിയുള്ള സമ്പത്തിലെ ബർക്കത്ത് മുഴുവനും ഈ ഒരു ചെറിയ 2.5% എത്രയാണ് കൊടുക്കാനുള്ളത് അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിൽ നേടിയത് പോലും ഹറാമായിക്കൊണ്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല സുഹൃത്തുക്കളെ, ഏത് മുതലാണോ നമ്മൾ അങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച് മുന്നോട്ട് പോകുന്നത് അത് ഏത് സമയത്തും ഒരു ശിക്ഷയ്ക്ക് വിധേയമാകാനുള്ള അവസ്ഥയുണ്ട് എന്നാണ്. നമുക്കറിയാം തോട്ടക്കാരന്റെ കഥ സൂറത്തുൽ ഖലമിൽ പറയുന്നു, പാവപ്പെട്ട ആളുകൾക്ക് വിളവെടുപ്പിന്റെ സമയത്ത് പാവപ്പെട്ട ആളുകൾ വരുമല്ലോ, അവർക്കൊരു ഓഹരി കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് രാവിലെ പ്ലാൻ ചെയ്ത വിളവെടുപ്പ് ഒന്ന് ബുദ്ധിക്ക് കളിച്ചത് രാത്രി പോയി വിളവെടുക്കാൻ തീരുമാനിച്ചതാ. അവരവിടെ എത്തിയപ്പോഴേക്കും ഈ പ്ലാനുകളുടെ കുതന്ത്രം മനസ്സിലാക്കിയ റഹ്മാനായ റബ്ബിന്റെ വക ശിക്ഷ ഇറങ്ങിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ ഇപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് മതിയാകും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ. നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും, പക്ഷെ റഹ്മാനായ റബ്ബിൻ നമ്മളെക്കാൾ വലിയ കുതന്ത്രജ്ഞനായതുകൊണ്ട് തന്നെ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് മതിയാകും എല്ലാം ഒരു ഭാഗത്ത് ആയുഷ്കാലം കൊണ്ട് നേടിയെടുത്തത് മുഴുവനും തകരാൻ വ്യത്യസ്തങ്ങളായ ചെറിയ ചെറിയ കാരണങ്ങൾ മതി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏത് വിധേനയാണ് നമ്മളെ ശിക്ഷ വരിക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്ന. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇഹലോകത്ത് മാത്രം നമുക്ക് ജീവിച്ചാൽ മതിയോ? എന്നായാലും നമ്മൾ മരിക്കൂലേ? പരലോകത്തേക്ക് നമ്മൾ എത്തൂലേ? നമ്മളെ കാത്തിരിക്കുന്ന ശിക്ഷ എത്രയാണെന്നറിയോ? സക്കാത്തിന്റെ മുതലുണ്ടായിട്ടും കൊടുക്കാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ, മനസ്സിലാക്കാതെ, ഗൗരവത്തിലില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളെ 6 അടി മണ്ണിൽ കാത്തിരിക്കുന്ന ശിക്ഷകളുടെ കൂമ്പാരത്തെ കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സുഹൃത്തേ, നമ്മൾ നേടിവെച്ച മുഴുവൻ ധനങ്ങളും ഒരു വിഷസർപ്പമാക്കി റഹ്മാനായ റബ്ബിന് മാറ്റുമെന്നും, ശുജാഅൻ അഖ്റഹ്, നല്ല മുന്തിയ വിഷമുള്ള ഒരു പാമ്പ്, ഒരു വലിയ ഒരു വിഷം സർപ്പമാക്കി അതിനെ മാറ്റുമെന്നാണ്. ലഹു സബീബതാനി, അത് 2 തേറ്റകൾ ഉണ്ടാകുമെന്നാണ്. 2 കൂർത്ത പല്ലുകളുള്ള ഒരു വിഷസർപ്പം ആ മനുഷ്യൻ ഇങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. കൊത്തുമ്പോഴൊക്കെയും അവർ പറയും, അന മാലുക വ അന കൻസുക, നീ ചെലവഴിക്കാതെ സക്കാത്തിന്റെ മുതൽ വാരിക്കൂട്ടിങ്ങനെ വെച്ചില്ലേ, നീ നിനക്ക് വേണ്ടി നേടിവെച്ച നിധി കൂമ്പാരമാണ് ഞാൻ, ഇത് നീ ആസ്വദിച്ചോ എന്ന. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് ഓതി വെച്ച ഒരു ആയത്ത് എന്താണെന്നറിയോ? സൂറത്തു ആലി ഇംറാനിലെ 180-ാമത്തെ ആയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതാ? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, എന്താ? ഒരിക്കലും അള്ളാഹു നൽകിയ ധനം ഇങ്ങനെ ചെലവാക്കേണ്ട രൂപത്തിൽ ചെലവാക്കാതെ പിടിച്ചു വെക്കുന്ന ആൾ ഒരിക്കലും കരുതേണ്ട അത് അവർക്ക് പ്രോഫിറ്റ് ആണ് എന്ന്, അതവർക്ക് ലാഭക്കച്ചവടമാണെന്ന്. ഇന്ന് ഇക്കൊല്ലം സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു 20,000 രൂപ നമുക്ക് പിന്നെ ഇങ്ങോട്ട് പോന്ന് കിട്ടി എന്നാരെങ്കിലും ധരിക്കേണ്ടതില്ല എന്നാണ്. ഇന്ന് സക്കാത്ത്, ഈ വർഷം സക്കാത്തിൽ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടത് കാരണത്താൽ 1,00,000 രൂപ എനിക്ക് കിട്ടി എന്നാരും കരുതേണ്ടതില്ല. അതവർക്ക് ഖൈറല്ല. റഹ്മാനായ റബ്ബ പറയണത് ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ഷർറാണ് എന്നാണ്. കാരണം സയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, ഈ സമ്പത്ത് മുഴുവനും നാളെ ചൂടാക്കി അവന്റെ ദേഹത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ മുൻഗാമികളുടെ ഈ വിഷയത്തിലുള്ള കണിശത സുഹൃത്തുക്കളെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത്? നീ ആദ്യം ഒരു തൗഹീദിലേക്ക് ക്ഷണിക്കണം. അവർ ആ തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നീ അവരെ നമസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കണം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? ഫഇൻഹും അതാഉ ലിദാലിക്, അവർ ആ നിസ്കാരവും പ്രാക്ടിക്കലാക്കി തുടങ്ങിയാൽ ഫഅലിംഹും, അവരെ നീ അറിയിക്കണം, അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം സദഖതൻ മിൻ അംവാലിഹിം തൂഖദു മിൻ അഗ്നിയാഇഹിം വതുറദു ഇലാ ഫുഖറാഇഹിം. അഥവാ അവരുടെ കൂട്ടത്തിലെ ധനികരായ ആളുകളിൽ നിന്നും പണം സ്വീകരിക്കുകയും അവരിലെ പാവപ്പെട്ട ആളുകളിലേക്കും തിരിച്ചു കൊടുക്കാനുള്ള ഒരു നിർബന്ധ ദാനമായ സക്കാത്തിനെ കുറിച്ചും അവരെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു
യുദ്ധം പ്രഖ്യാപിച്ചു. ആരോട്? വല്ലാഹി ലൗ മനഊനി അനാഖൻ കാനൂ യഉദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അദ്ദേഹം പറയാണ്, അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സക്കാത്തിന്റെ മുതലിലേക്ക് വരേണ്ട ഒരു ചെറിയ മൂക്ക് കയറാണ് എന്നിൽ നിന്നും ആരും തടയുന്നതെങ്കിൽ അതിന്റെ വിഷയത്തിൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുന്നുമെന്നൊക്കെ മുൻകാലത്തുള്ള നമ്മുടെ മഹാരഥന്മാരായ സ്വഹാബാക്കൾ, സുഹൃത്തുക്കളെ കണിശമായ നിലപാട് സ്വീകരിച്ച ഒരു വിഷയമാണ് ഇതെന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം, എന്തിനൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കണം, എന്തിനൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഒന്ന്, നമ്മുടെ കൈകളിലുള്ള നാണയത്തിനും കറൻസിക്കുമാണ്. പല ഇനത്തിൽ നമ്മുടെ കൈകളിലേക്ക് ക്യാഷ് വരാറുണ്ട്. ശമ്പള ഇനത്തിൽ, വാടക ഇനത്തിൽ, കടം കൊടുത്തതും ആ സമയമാകുമ്പോഴേക്കും തിരിച്ചു കിട്ടിയതിൽ, കടയിലുള്ള സ്റ്റോക്ക്, അതേപോലെ തന്നെ കിട്ടുമെന്നുറപ്പുള്ള കടം, അതേപോലെ തന്നെ വിൽപ്പനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഭൂമിയും മറ്റു വസ്തുക്കളും ഒക്കെ സക്കാത്തിന്റെ പരിധിയിലേക്ക് ഒരു വർഷമാകുമ്പോൾ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് കേവലം റമദാനിൽ മാത്രമല്ല കേട്ടോ, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. റമദാൻ ഈ വിഷയം പറയുമ്പോൾ റമദാനിലെ സക്കാത്തുള്ളൂ എന്ന് ആരും കരുതേണ്ടതില്ല. ഓരോരുത്തരുടെയും സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും എപ്പോഴാണ് ഓരോ സംരംഭം തുടങ്ങിയത് അതിങ്ങനെ കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോഴാണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടത്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എത്രയാണോ നമ്മുടെ കൈകളിലേക്ക് പണം വന്നത്, അടിസ്ഥാന ചെലവുകളൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ തുക ബാക്കിയുണ്ടെങ്കിൽ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക, 595 ഗ്രാം വെള്ളിക്ക് നിലവിൽ മാർക്കറ്റ് റേറ്റ് എത്രയാണോ ഉള്ളത് അത്രയും തുക അടിസ്ഥാന ചെലവുകൾ കഴിഞ്ഞ് ബാക്കി നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായി. അപ്പൊ എത്ര കൊടുക്കേണ്ടത്? എല്ലാം കൊടുക്കേണ്ട, അതിന്റെ 2.5% കൊടുത്താൽ മതിയാവും. സുഹൃത്തുക്കൾ, അത് വളരെ കുറച്ചുണ്ടാകുള്ളൂ, അതൊരു പക്ഷെ വളരെ കുറച്ചുണ്ടാവും. പക്ഷെ ആ കുറച്ച് മതിയാകും ഈ പറയപ്പെട്ട പിടിച്ചു വെക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ നിഅമത്തും ബറക്കത്തൊക്കെ എടുത്തു മാറ്റാനും പരലോകത്ത് വലിയ ശിക്ഷകൾക്ക് വിധേയമാകാനൊക്കെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിലൊരു കണിശത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഒന്ന് കറൻസിക്കാണ്, രണ്ടാമത്തത് സ്വർണമാണ്. സ്വർണം നമ്മുടെ വീടുകളിലൊക്കെ ഒരു പക്ഷെ പലപ്പോഴും ഇഷ്ടംപോലെ ഉണ്ടാകാം. 10.5 പവൻ ഉണ്ടെങ്കിൽ, നമ്മുടെ കൈകളിൽ 10.5 പവൻ ഉണ്ട് എങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി. പിന്നെ 10.5 ഒരു 1/2 പവൻ കൂടി ഉണ്ട്. 11 പവനാണെങ്കിൽ 1/2 പവനക്കല്ല നമ്മൾ കൊടുക്കേണ്ടത്, 11 പവനക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു പക്ഷേ 2.5%, നേരത്തെ പറഞ്ഞതുപോലെ 10.5 പവനക്ക് എത്രയാണോ ഉള്ളത് അതിന് മാർക്കറ്റ് റേറ്റ് നമ്മൾ കണക്കാക്കി അതിന്റെ 2.5% കണക്കാക്കി ആ തുകയോ അല്ലെങ്കിൽ ആ തുകക്ക് സമാനമായ ഗോൾഡോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി വെള്ളി ഉണ്ടോ കൈകളിൽ, 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. കൃഷിയുണ്ടോ, നമ്മൾ അത് വിളവെടുക്കുന്ന സമയത്ത് 300 അഥവാ ഒരു 600 കിലോഗ്രാം നമ്മുടെ മുഖ്യാഹാരമാണ് എങ്കിൽ അത്രയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല കൃഷി ഉൽപ്പന്നങ്ങളാണ് 600 കിലോഗ്രാം മുഖ്യ ആഹാരത്തിന്റെ വിലക്ക് സമാനമായത്. 600 കിലോഗ്രാം ആണെന്നല്ല, 600 കിലോഗ്രാം മുഖ്യ ആഹാരത്തിന്റെ വിലക്ക് സമാനമായ ഒരു വില നമുക്കതിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അത് തേവി നനച്ചുണ്ടായതാണെങ്കിൽ 5%, മഴ മുഖേന കിട്ടിയതാണെങ്കിൽ 10% കൊടുക്കണമെന്ന. സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ പറയുമ്പോൾ ഒറ്റ അടിക്ക് കേട്ടുകഴിഞ്ഞാൽ എല്ലാം ബോധ്യപ്പെട്ടുള്ളതുണ്ടാവില്ല. ഈ ഖുതുബ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ അവസ്ഥയിലായിരിക്കും സക്കാത്ത് കൊടുക്കാൻ ഉണ്ടാവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്ന് അന്വേഷിച്ച് പഠിച്ച് അതൊന്ന് ക്ലിയർ വരുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതിയോ? പോരാ, അവകാശികൾക്ക് തന്നെ കൊടുക്കണം. 8 അവകാശികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ഇന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ഫുഖറാഉ മിസ്കീനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ 8 അവകാശികൾക്ക് തന്നെയാണ് പോകുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ സക്കാത്തിന്റെ അവകാശികളല്ലാത്ത ആളുകൾ ഒരിക്കലും സക്കാത്തിന്റെ മുതൽ ഒരു നിലക്കും കൈപ്പറ്റിക്കൂടാ. പല ആളുകളും വീട്ടിനുള്ളിൽ തന്നെ സക്കാത്ത് കടന്ന് കറങ്ങണാണ്. അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല, വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ സക്കാത്തിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും. അതിങ്ങനെ സ്വതം കൊടുക്കുന്ന പോലെ ഇങ്ങനെ കൊടുക്കും. ഒരിക്കലും സുഹൃത്തുക്കളെ, നമ്മൾ ഫക്കീറും മിസ്കീനും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാനുള്ള അവകാശമില്ല. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സംവിധാനം എന്താണെന്നറിയാം? ഈ സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കൂടി വേണ്ടിയിട്ടാണ്. ദാരിദ്ര്യം ക്രമേണ നമ്മുടെ നാട്ടിൽ ഇല്ലാതെയാകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച മറ്റു പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇത് കൂട്ടമായി കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. അഥവാ ഒരു സക്കാത്ത് സംവിധാനക്ക് വന്ന്, സക്കാത്ത് സൽ സംവിധാനക്ക് വന്ന് ഒരു മഹലിനെ കുറിച്ച് കൃത്യമായി കൊണ്ട് ധാരണയുണ്ടായി, എല്ലാവരുടെയും
സക്കാത്ത് മഹലിലേക്ക് വന്ന് എന്നിട്ട് പതിയെ പതിയെ ഓരോ കുടുംബത്തിന്റെയും പിന്നെ ദാരിദ്ര്യം എന്നേക്കുമായിക്കൊണ്ട് നീക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇത് വേണമെന്നല്ല പറയണം, നിർബന്ധ നടത്തിലല്ല, അങ്ങനെ ചെയ്യുമെങ്കിൽ അതിനാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എങ്ങനെയെങ്കിലും കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ആളുകളും പല ഫത്വകളൊക്കെ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കാനാണ്. അതൊരിക്കലും ശരിയല്ല. 4 വാചക കസറത്തുകളെ കൊണ്ട് ഒരു പക്ഷേ മൗലവിന്റെ അടുത്തും ചിലപ്പോൾ അനുകൂല ഫത്വകളൊക്കെ കിട്ടിയിരിക്കാം. പക്ഷെ നമ്മൾ നേരെ പോയി നിൽക്കാൻ പോകുന്നത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വിചാരണ കാണുന്ന ബോധ്യത്തോടു കൂടെ എപ്പോഴും ഒരു സൂക്ഷ്മതയുടെ വശം എന്റെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും, എന്റെ സമ്പത്തിൽ ഒരിക്കലും സക്കാത്തിന്റെ ഒരു അംശം മറ്റുള്ളവന്റെ ഹക്കാണെങ്കിൽ അതെനിക്ക് വേണ്ട, എങ്ങനെയെങ്കിലും ഇത് കൊടുക്കാനുള്ള ഒരു ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്നാണ് വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ അവരുടെ സക്കാത്തിന്റെ വിഷയത്തിൽ വളരെ പെർഫെക്റ്റായി പഠിച്ചു മനസ്സിലാക്കി ഓരോ ഏരിയകളും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിവുള്ളവരോട് ചോദിച്ച് അത് രേഖപ്പെടുത്തി വെച്ച് ആ വിഷയത്തിൽ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ആ സാമ്പത്തിക വിശുദ്ധ കൂടെ നേടിയെടുത്ത് ഈ പറയപ്പെട്ട നമ്മുടെ ദുആകളും മറ്റുമൊക്കെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ കൂടെ ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് ഒരു ബാധ്യതയും വരുത്താതെ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ നിർബന്ധമായും ചെലവഴിക്കേണ്ട സക്കാത്തിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇനി ഐച്ഛികമായി നമ്മൾ നിർവഹിക്കുവാൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിച്ചതും വിശിഷ്യ റമളാനൊക്കെ വരുമ്പോൾ നമ്മുടെ മുൻഗാമികൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വതക്കകൾ അധികരിപ്പിക്കുക എന്നത്. സഹോദരങ്ങളെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പ്രവാചകന്റെ ഒരു ആസ്തിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരെ ഇവിടെ ഉള്ളവര് 3 മാസത്തോളം അവിടുത്തെ അടുപ്പ് പുകയാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു പറയുമ്പോൾ പ്രവാചകൻ വലിയ നീക്കിരിപ്പിന്റെ ഓണറൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകനെ കുറിച്ചാണ് പറയണത്. അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് കണക്ക് പ്രവാചകൻ റമളാനിൽ വിശിഷ്യ ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഒരുപാട് കൊടുത്തതിനെ കുറിച്ചല്ല അവിടുന്ന് പറയണത്, ഉള്ളതിൽ നിന്നും കൊടുത്തു എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് കഴിയുമോ നമ്മുടെ അധ്വാനം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായി കൊണ്ട് കൊടുക്കാൻ സുഹൃത്തുക്കളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും അതൊന്നും മിസ്സാകൂല, ഒരിക്കലും അതൊന്നും മിസ്സാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ സുഹൃത്തുക്കളെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നമുക്ക് പോകാൻ കഴിയില്ല. ഒരവസരം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അതിൽ എന്തെങ്കിലും ഒന്ന് ഇടാതെ മുന്നോട്ട് വെക്കാൻ ശരിക്കും നമുക്ക് കഴിയില്ല. അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ശരിക്കും ബോധ്യപ്പെട്ടാൽ എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത്? ഒന്നെന്താണെന്നറിയോ? നമ്മൾ കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ പോക്കറ്റിൽ നിന്ന് പോകുന്നേ ഉള്ളൂ. പോക്കറ്റ് എന്ന സംഗതി കറൻസി അങ്ങോട്ട് പുറത്ത് ചാടിയെന്നേ ഉള്ളൂ. പക്ഷെ മൂലധനത്തെ ഒരിക്കലും സ്വതക്ക കുറക്കൂല. എന്താരാ പറയണത്? വഹയിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റസൂൽ പറയല്ല, അല്ലാഹു റസൂൽ കൂട്ടരെ എങ്ങനെ സ്വതക്ക കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മൂലധനം കുറയില്ല. നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ സ്വതക്കകൾ കൊടുത്തോ എന്ന. കാരണം എന്താണെന്നറിയോ? മലക്കുകൾ ആ മനുഷ്യനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യനിക്ക് റഹ്മാനായ റബ്ബേ, നീ ഉന്നതമായ പകരം കൊടുക്കണേ എന്ന്. 100 കൊടുക്കുമ്പോൾ 1000 കിട്ടാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപത്തെ കെടുത്തിക്കളയുമെന്ന. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയ പാപങ്ങൾക്കുള്ള പരിഹാരം കൂടെയാണ് നാം കൊടുക്കുന്ന സ്വതക്ക. വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാറ. നിങ്ങൾ തീയിനെ വെള്ളം അണക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കഴുകിക്കളഞ്ഞോ അത് അണച്ചുകൊണ്ടിരിക്കുന്നു എന്നും മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ ദേശത്തെ വരെ അത് ഊതിക്കെടുത്തുമെന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ പ്രയാസങ്ങൾ പെടുന്ന അവസരത്തിൽ അള്ളാഹു നമ്മളെ സഹായിച്ചിരിക്കുമെന്നാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നമ്മൾ
മറ്റൊരു സഹോദരനെ സഹായിക്കുന്ന കാലം അത്രയും നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ സഹായിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുമെന്നൊക്കെ ഈ വിഷയത്തിൽ നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളൊരു സ്വതക്ക കൊടുക്കുമ്പോൾ അത് ആദ്യം ചെന്ന് വീഴുന്നത് റഹ്മാനായ റബ്ബിന്റെ കയ്യിലാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു. ലൗ അലിമൽ മുതസദ്ദിഖു അന്ന സദഖതഹു തഖഉ ഫീ യദില്ലാഹ് ഖബ്ല യദിൽ ഫഖീരി ലകാനത് ലദ്ദത്തുൽ മുഅ്തി അക്ബറ മിൻ ലദ്ദത്തിൽ ആഖിർ. അഥവാ സ്വതക്ക കൊടുക്കുന്ന ഒരാൾ അറിഞ്ഞിരുന്നെന്ന് കൂട്ടുക. എന്തറിഞ്ഞിരുന്നു? താൻ കൊടുക്കുന്ന വിഹിതം ആദ്യം റഹ്മാനായ റബ്ബിന്റെ കരങ്ങളിലാണ് അത് എത്തിച്ചേരുന്നത് എന്നവൻ അറിഞ്ഞിരുന്നെങ്കിൽ വാങ്ങുന്നവനേക്കാൾ വലിയ കൺകുളിർമ കൊടുക്കുന്നവൻക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. സുഹൃത്തുക്കളെ, സ്വതക്ക കൊടുത്തിട്ടൊരു ലദ്ദത്തൊരു ആസ്വാദനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വതക്ക കൊടുത്തപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് അത് അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അതിനേക്കാൾ വലിയ സുഖം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. കൊടുക്കാൻ കഴിയുമെന്നാണ് ആ ഒരു ലദ്ദത്ത് ആസ്വാദനം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്. അതിനെന്ത് വേണമെന്നറിയോ? റഹ്മാനായ റബ്ബിന്റെ കരങ്ങളിലേക്കാണ് ഇത് ആദ്യം എത്തിച്ചെല്ലുന്നത്. അള്ളാന്റെ റസൂല് പറയാ, ആ സ്വതക്കയെ റഹ്മാനായ റബ്ബ് നിങ്ങൾ ഒരു ചെറിയ ഒരു ഒട്ടക കുട്ടിനെ ഇങ്ങനെ വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങൾ കൊടുത്ത് ചെറിയ സ്വതക്കയാണെങ്കിൽ റഹ്മാനായ റബ്ബ് നമുക്കതിന് വേണ്ടി ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന. അതുകൊണ്ട് വലിപ്പമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര ചെറുതാണെങ്കിലും കൊടുക്കാനുള്ള ആ ഒരു നെയ്യത്താണ്. മഹാൻ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുകസ്സിറുഹു നിയ്യ. എത്ര ചെറിയ പ്രവർത്തനങ്ങളാണ് അതിന് നെയ്യത്ത് വലുതാക്കിയിട്ടുള്ളത് എന്ന. സുഹൃത്തുക്കളെ, 5 കൊടുക്കാനുള്ളൂ, മറ്റുള്ളവർക്ക് 50,000 ഉണ്ടായത് കൊണ്ട് അവന് കൊടുത്തു. നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയാണ്, എന്റെ അടുത്ത് 50,000 ഞാൻ കൊടുക്കും. എന്നാൽ ആ 50,000 കൊടുത്തവനും 5 രൂപ കൊടുത്തവനും അള്ളാന്റെ മുമ്പിൽ തുല്യനാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ കൊടുക്കുമ്പോൾ നല്ലൊരു നിയ്യത്തുണ്ട് എന്നാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഏത് അവസ്ഥയിലും കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണും. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് സ്വതക്ക കൊടുക്കാന്ന് തീരുമാനിച്ചാൽ കടലിൽ നൊരയൊക്കെ ഒന്ന് നിൽക്കട്ടെ, എന്നിട്ട് എന്റെ വഞ്ചി ഇറക്കാമെന്ന് പറഞ്ഞത് സമാനമായിരിക്കുമെന്ന. അതുകൊണ്ടാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തസദ്ദഖൂ, കൂട്ടരെ നിങ്ങൾ ഉള്ളത് കൊടുത്തോളിൻ, വലാ യഖുൽ അഹദും മിൻകും ഇന്നി മുഖില്ലും. നിങ്ങൾ ഒരു കുട്ടിയും പറയാൻ നിൽക്കണ്ട എന്റെ അടുത്ത് ഒന്നും ഇല്ല എന്നുള്ളത്. ഫഇന്ന സദഖത്തൽ മുഖിൽ അഫ്ളലു മിൻ സദഖത്തിൽ ഗനിയ്യിൻ. നല്ല ധനാഢ്യൻ വലിയ തുക കൊടുക്കുന്നതിനേക്കാൾ ഉന്നതമാണ് നിത്യവൃത്തിക്ക് പോലും പലപ്പോഴും 2 അറ്റം മുട്ടാൻ പെടാപ്പാട് പെടുന്നവൻ നീക്കിവെക്കുന്ന ഒരു ചെറിയ എമൗണ്ട് എന്ന് മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സുഹൃത്തുക്കളെ, ഈ റമളാൻ മാസത്തിൽ നമ്മളുടെ ഒരു ശ്രദ്ധ പതിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എന്ന് മനസ്സിലാക്കി ഇതൊക്കെ ചെയ്യുന്നത് അവനവന്റെ അക്കൗണ്ടിലേക്കാണ്. മറ്റു പല കൈകളിലേക്കും പോകുമ്പോൾ നമുക്കൊന്നും തോന്നേണ്ടതില്ല. മറ്റു പല സംരംഭങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളൊന്നും തോന്നേണ്ടതില്ല. പിന്നെ സുഹൃത്തുക്കളെ, സ്വതക്കകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഏരിയ നമ്മൾ മുൻഗണന കൊടുക്കുക. പള്ളികൾ പോലെ, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെ, പ്രബോധന രംഗത്ത് അള്ളാന്റെ ദീനിനെ നിരന്തരമായി കൊണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു ഓഹരി അവിടെ ഉണ്ടാകണം. അതൊക്കെ സ്വതക്കത്തും ജാരിയാണ്. നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെച്ചാലും അവിടേക്ക് എത്തുന്ന വിഭവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് ആ ഒരു ശീലങ്ങളൊക്കെ പൊതുവെ നമുക്കുണ്ട്. അതൊന്നും കൂടെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക. വർദ്ധിത കൂലി കിട്ടുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഈ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.